വൈൽഡ് കാർഡുകളും വീട്ടുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ആ ഏറ്റുമുട്ടലിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി ഇപ്പോൾ അവസാനിച്ചു. ഈ ടാസ്കിൽ പ്രധാനമായിട്ടും അവർക്ക് ലഭിച്ചിരുന്നത് വീട്ടുകാരുടെ സത്യസന്ധത. ആ സത്യസന്ധതയെ മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് 1, 2, 3, 4 അങ്ങനെ 16 വരെ നിരത്തിയിരുത്തുക. സത്യസന്ധതയിൽ 1ാം റാങ്ക് വൈൽഡ് കാർഡ് അനുവിനാണ് കൊടുത്തത്. 2ാം സ്ഥാനത്തെത്തിയത് അനീഷും 3ാം സ്ഥാനത്ത് അഭിലാഷും. ഷാനവാസ് 4, അക്ബർ 5, ആദില 6, രണ ഫാത്തിമ 7, നൂറ 8, ഒനിൽ 9, ആര്യൻ 10, നെവിൻ 11, അപ്പാനി ശരത്ത് 12, ജിസൈൽ 13, രേണു 14, ശൈത്യ 15, ബിന്നി അവസാനം 16ാം സ്ഥാനത്ത്. തുടർന്ന് ബിഗ് ബോസ് 3 ഓപ്ഷൻ അവരുടെ മുൻപിൽ കൊടുക്കുകയാണ്. 1 സ്വാർത്ഥത, 2 സത്യസന്ധത, 3 അസൂയ. ഈ 3 കാരണങ്ങളിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാവും നിങ്ങളെ ഇങ്ങനെ 1, 2, 3 എന്ന് തരംതിരിച്ചിരുത്തിയിരിക്കുന്നത്? ഇത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ 3 ഓപ്ഷനും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമേ അഭിലാഷ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇത് സത്യസന്ധതയുടെ പേരിലാണ്. പക്ഷേ എല്ലാവരും അതിനെ എടുത്ത് ദൂരെ കളഞ്ഞു. അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ്, സത്യസന്ധത ഒരിക്കലും വരില്ല. അങ്ങനെ സത്യസന്ധതയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളിയായ അനുവിനെ ഒരിക്കലും 1ാം സ്ഥാനത്ത് കൊണ്ടില്ല. 2ാം സ്ഥാനത്ത് അനീഷാണ്. അനീഷും ഒരിക്കലും സത്യസന്ധതയിൽ എത്താൻ സാധ്യതയില്ല. അനീഷ് സെൽഫിഷാണ്. അങ്ങനെ സത്യസന്ധത ആദ്യം തന്നെ അവരെടുത്ത് കളഞ്ഞു. തുടർന്ന് സ്വാർത്ഥതയും അസൂയയുമാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. ഈ സ്വാർത്ഥതയും അസൂയയും വെച്ച് നോക്കുമ്പോൾ 2ാം സ്ഥാനത്ത് വന്ന അനീഷിന് അസൂയയില്ല, 3ാം സ്ഥാനത്തെത്തിയ അഭിലാഷിന് അസൂയയില്ല, 4, 5, 6 ഇതൊന്നും അസൂയുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ സ്വാർത്ഥതയാണ്. സ്വാർത്ഥതയിൽ 1ാം സ്ഥാനത്ത് അനുവാണ്, 2ാം സ്ഥാനത്ത് അനീഷാണ്, 3ാം സ്ഥാനത്ത് അഭിലാഷാണ്. ഈ കാഴ്ചപ്പാടിലേക്ക് അവരെത്തി. തുടർന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ബിഗ് ബോസിനോട് വിളിച്ചു പറഞ്ഞു, ബിഗ് ബോസ്, ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്വാർത്ഥതയാണ്. സ്വാർത്ഥതയുടെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവർ നടത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ വൈൽഡ് കാർഡുകളോട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ബൗളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ആ ചിറ്റെടുത്ത് അതിനകത്ത് എന്താണോ രേഖപ്പെടുത്തിയത് അത് നിങ്ങൾ അവരെ പരസ്യമായി കാണിക്കുക. അവരത് തുറന്നു കാണിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു സത്യസന്ധത. എല്ലാവരും ഞെട്ടി. ആർക്കും അത് അംഗീകരിക്കാനേ കഴിയുന്നില്ല. പല ആൾക്കാരും പറയുകയാണ്, കഴിഞ്ഞ 3 ടാസ്കുകൾ നടന്നു. ഈ 3 ടാസ്കുകളിലും നിങ്ങൾ സത്യമായിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾ അതിനകത്ത് ഉടായ്പ് കാണിച്ചു, നിങ്ങൾ തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ബിന്നിയാണ് ഏറ്റവും അവസാനം വരുന്നത് സത്യസന്ധതയുടെ പേരിൽ. അതുകൊണ്ട് തന്നെ ബിന്നിക്ക് ഭയങ്കരമായ പ്രതിഷേധമാണ്. അവർ കളി ജയിക്കുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഉടായ്പ് ഗെയിമായിരുന്നു ഇത്. ഇതിനകത്ത് യാതൊരു സത്യസന്ധതയും വൈൽഡ് കാർഡുകൾ കാണിച്ചില്ല എന്നുള്ള ആരോപണമാണ്. 1-2 ആൾക്കാർ അതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. എന്തായാലും ഈ ടാസ്ക് ജയിച്ചത് വൈൽഡ് കാർഡ് ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്തുനിന്ന് ഒരാളിനെ തിരഞ്ഞെടുക്കാം പണി കൊടുക്കുവാൻ വേണ്ടി. ആ പണി എന്താണ് എന്നുള്ളത് ബിഗ് ബോസ് തുടർന്ന് പ്രഖ്യാപിക്കും. ആ പണി ഏറ്റുവാങ്ങുവാൻ ഒരാളിനെ തിരഞ്ഞെടുക്കണം. കഴിഞ്ഞ പണിക്ക് വേണ്ടി അവർ തെരഞ്ഞെടുത്തത് ജിസൈലിനെ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ പണിക്ക് വേണ്ടി അവർ തെരഞ്ഞെടുത്തത് സത്യസന്ധതയിൽ 1ാം റാങ്കിൽ കൊണ്ടു നിർത്തിയ അനുമോളെ തന്നെയായിരുന്നു. അനുമോളെ പണി കൊടുക്കുവാൻ തെരഞ്ഞെടുത്തപ്പോൾ വീട്ടുകാർക്ക് പലർക്കും ഒരാശ്വാസമുണ്ടായി. എങ്കിലും ആ തെരഞ്ഞെടുപ്പുകൾ സത്യസന്ധമായിരുന്നില്ല എന്നുള്ളത് പറഞ്ഞ് ആ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ടാസ്ക് ഉടനെ എത്തുന്നതായിരിക്കും. അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം.